കൊച്ചി മെട്രോയുടെ നേതൃത്വത്തിലുള്ള ഇലക്ട്രിക് ഫീഡർ ബസ്സിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. നിരവധി റൂട്ടുകളിൽ കൊച്ചി മെട്രോയുടെ ഇലക്ട്രിക് ഫീഡർ ബസ് സർവീസ് നമുക്ക് ലഭ്യമാണ്. ഇന്നു മുതൽ കടവന്ത്ര പനമ്പള്ളി റൂട്ടിൽ പുതിയ സർവീസ് ആരംഭിക്കുകയാണ്. ബസ്സുള്ളപ്പോൾ നമുക്ക് ഈ റൂട്ടിൽ കടവന്ത്ര വൈറ്റില റൂട്ടിലൊക്കെ പോകാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇവിടെ നിറച്ച് ഫ്ലാറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ്. പല കാര്യങ്ങൾക്കും വന്നവർക്ക് വളരെ ഉപകാരമാണിത്. ഈ റൂട്ടിൽ മറ്റുള്ള ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ് പനമ്പള്ളി നഗർ കടവന്ത്ര. ഈ റൂട്ടിൽ ഇവിടെയുള്ള ആളുകൾക്ക് വളരെയധികം സൗകര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഏതായാലും ഇത്. രാവിലെ 8 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പനമ്പള്ളി നഗർ പാസ്പോർട്ട് ഓഫീസ് KP വള്ളൻ റോഡ് വഴി സർക്കുലറാണ്. തിരിച്ച് ഓരോ അരമണിക്കൂറിനിടയ്ക്കിലാണ് നമ്മുടെ വണ്ടി സർവീസ് ഉള്ളത്. കൊച്ചി മെട്രോയുടെ ഫീഡർ സർവീസിൽ ഒരു സുപ്രധാനമായ റൂട്ട് ഞങ്ങൾ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ തുടങ്ങി നഗരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായ KP വള്ളൻ റോഡ്, അതുപോലെ പാസ്പോർട്ട് ഓഫീസ്, പനമ്പള്ളി നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടി പോകുന്ന ഒരു സർക്കുലർ റൂട്ട് സർവീസാണിത്. ഇത് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ റൂട്ടിൽ ആ സ്ഥലത്ത് നഗരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നിട്ട് പോലും ഒട്ടനവധി സ്ഥാപനങ്ങളും മറ്റും ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അഭാവം വളരെ വ്യക്തമാണ്. ഒരു പക്ഷേ ബസ് സർവീസ് ഇല്ലാതെ തന്നെ നിൽക്കുന്നൊരു സ്ഥലമാണ് ഇത്രയും കാലമായിട്ടും നഗരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ പനമ്പള്ളി നഗർ സ്ഥലം. ഈ മെട്രോയുടെ ഒരു ഇൻഫ്ലുവൻസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒതുങ്ങി നിൽക്കും. അപ്പോൾ ഈ ഫീഡർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കുറച്ചുകൂടി വലുതാക്കുകയും ഒരു 5 കിലോമീറ്റർ വരെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് മെട്രോ സ്റ്റേഷനുകളിലേക്കും മെട്രോ സ്റ്റേഷനിൽ നിന്നും പോകുവാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മെട്രോ സ്റ്റേഷനുകളെയും വാട്ടർ മെട്രോ സ്റ്റേഷനുകളെയും നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാം. നമ്മുടെ എയർപോർട്ട് ആലുവ റൂട്ടുകളിൽ നമ്മൾ 4 ബസ്സുകൾ നമ്മൾ സർവീസ് നടത്തുന്നുണ്ട്. 20 മുതൽ 30 മിനിറ്റ് വരെ ഗ്യാപ്പുകളിൽ രാവിലെ 6:15 മുതൽ രാത്രി 11:15 വരെ ആലുവ മെട്രോ സ്റ്റേഷനെ എയർപോർട്ടുമായി ബന്ധിക്കും ണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇൻഫോ പാർക്ക്. ഒരുപക്ഷെ കൊച്ചിയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെറും 1% മാത്രമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉള്ളത്. അവിടെ 46% കാറുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ നാച്ചുറലി നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും വണ്ടികൾ ഒരേ സമയത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന കൺജഷൻ, അത്രയും ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സമയനഷ്ടം, ഇതെല്ലാം ഒരു സ്റ്റേബിൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൊണ്ട് മാത്രമേ നമുക്കിതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ കഴിയൂ. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ കളമശ്ശേരി മെട്രോയിൽ നിന്നും വാട്ടർ മെട്രോയെയും കളമശ്ശേരി മെട്രോയും ഇൻഫോ പാർക്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കളമശ്ശേരിയും സ്റ്റാർട്ടർ മിഷൻ മെഡിക്കൽ കോളേജ്, ഒട്ടനവധി പേര് വന്ന് ദൈനംദിന ആവശ്യങ്ങൾക്ക് വന്നു പോകുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത്തരം സ്ഥലങ്ങളെ എങ്ങനെയാണ് മേജർ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിക്കുക, ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതുപോലെ MG റോഡ് സർക്കുലർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രാൻസിറ്റ് ഗ്യാപ്പ് ഉണ്ട്. അവിടെ ആളുകൾക്ക് ഹൈക്കോർട്ട്, MG റോഡ്, മഹാരാജാസ് പാർക്ക് ഈ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുഖമായി യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഫീഡർ ബസ്സുകൾ അവിടെ സർവീസ് നടത്തുന്നത്. മെട്രോ കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കാണ്. അതിൽ 52% സൗരോർജ്ജത്തിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെട്രോയുടെ പവർ എടുക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഫീഡർ സിസ്റ്റം ഇലക്ട്രിക്കാണ്. അതുപോലെ വാട്ടർ മെട്രോ ഇലക്ട്രിക്കാണ്. അതുപോലെ തന്നെ ബസ്സും ഇലക്ട്രിക്കാണ്. ജനറൽ ട്രാൻസിറ്റ് ഫീഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് GTFS എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു ബസ് ഏത് റൂട്ടിൽ ഏത് ഷെഡ്യൂൾ ഏത് സമയത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണത്. അതിപ്പോൾ നമ്മളൊരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് നമ്മുടെ എയർപോർട്ട് ഫീഡർ ബസ്സുകളിൽ ഓൾറെഡി ഇതിൻ്റെ സമയവും കാശും ഫീസും ഒക്കെ ലഭ്യമാണ് ഗൂഗിളിൽ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയി അടിച്ചു നോക്കിയാൽ തന്നെ എയർപോർട്ടിൽ നിന്ന് ആലുവയിലേക്കുള്ള അടുത്ത ബസ്സിൻ്റെ സമയം കൂടി നമുക്ക് ഇതിൽ കാണിച്ചു തരും. അടുത്ത നമ്മളൊരു സംവിധാനം ഉറപ്പുവരുത്താൻ പോകുന്നത് ബസ് ലൈവ് ട്രാക്കിംഗ് സിസ്റ്റമാണ്. അതിപ്പോൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ഷെഡ്യൂളാണ് നമ്മൾ GTFSൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു അടുത്ത് തന്നെ നമ്മൾ പതുക്കെ ഇതൊരു ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് ലൈവ് ബസ് ട്രാക്കിംഗ് സിസ്റ്റം കൂടി ഈ ബസ്സുകളിൽ, അതായത് ഒരു എങ്ങനെയാണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആളുകൾക്ക് സൗകര്യപ്രദമാവേണ്ടത്. നമ്മളെപ്പോഴും സംസാരിക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഒരു പക്ഷേ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ കംഫർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലും കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കുള്ള സ്വിച്ച് കുറച്ചും കൂടി പ്രായോഗികമായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്.